ഈ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൊക്കെ എടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PYR ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ. അത് പക്ഷെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്താണ് PYR ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എക്സാമിന്റെ സമയത്ത് 3 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് PYR ടെസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആ ടെസ്റ്റ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. PYR ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് പൈറോലിഡിനോയിൽ അമിനോ പെപ്റ്റിഡേസ് എന്നാണ് ആ ഒരു എൻസൈമിന്റെ പേരാണ് ഈ PYR ടെസ്റ്റിന്. ദിസ് ടെസ്റ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് പൈറോലിഡിനോയിൽ അറൈലമിഡേസ് ആക്ടിവിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പൈറോലിഡിനോയിൽ അമിനോപെപ്റ്റിഡേസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്, ദാറ്റ് ഈസ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കയിലും പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി ആയിട്ട് ഗ്രൂപ്പ് ഡിയിൽ വരുന്ന എൻട്രോകോക്കസ് സ്പീഷീസിലും പിന്നെ അതുപോലെ തന്നെ സം കോൺസ്, ദാറ്റ് ഈസ് കോയാഗ്ലസ് നെഗറ്റീവ് സ്റ്റാഫ് ഓറിയസിലും പിന്നെ സം എൻട്രോബാക്ടീരിയസിസ് സ്പീഷീസിലൊക്കെയാണ് ഈ PYR പോസിറ്റിവിറ്റി കാണിക്കുന്നത്. This PYR is also known as L-pyrrolidinoyl beta-naphthalamide എന്നും കൂടി പറയുന്നുണ്ട്. It acts as a substrate for the detection of pyrrolidinoyl peptidase. ആ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് ആയിട്ട് എന്നാണ് L-pyrrolidinoyl beta-naphthalamide. Okay. Then next one is the principle of PYR test. Okay, this test is used for the rapid and presumptive identification of bacteria based on the production of പൈറോലിഡിനോയിൽ അറൈലമിഡേസ് എൻസൈംസിന്റെ ആക്ടിവിറ്റി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എൻസൈം ദാറ്റ് ഈസ് പൈറോലിഡിനോയിൽ അറൈലമിഡേസ് എന്ന് പറഞ്ഞ എൻസൈം ബാക്ടീരിയയിൽ പ്രസന്റ് ആണെങ്കിൽ ഈ ബാക്ടീരിയ എന്തിനാ നമ്മുടെ സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള പൈറോലിഡിനോയിൽ ബീറ്റ നാഫ്തലമൈഡ് എന്ന് പറഞ്ഞ സബ്സ്ട്രേറ്റിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് എന്തിന്റെ പ്രൊഡക്ഷൻ ബീറ്റ നാഫ്തലമൈഡിന്റെ പ്രൊഡക്ഷൻ നടക്കും. ഓക്കെ, ഈ ബീറ്റ നാഫ്തലമീനെ നമ്മൾ നമുക്ക് ഇനി ഡിറ്റക്ഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിനകത്തോട്ട് നമ്മൾ NN ഡൈമീഥൈൽ അമിനോ സിനമാൽഡിഹൈഡ് ആഡ് ചെയ്യും. ഓക്കെ, ദെൻ അങ്ങനെ ആ ഒരു റിയാജന്റ് ആഡ് ചെയ്തതിനു ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു റെഡ് കളേർഡ് പ്രിസിപ്പിറ്റേറ്റ് ഫോർമേഷൻ നടക്കും. ഓക്കെ, ആ റെഡ് കളർ പ്രിസിപ്പിറ്റേഷനെ നമ്മൾ വിത്തിൻ 2 മിനിറ്റിനുള്ളിൽ 1 to 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ എക്സാക്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്, പൈറോലിഡിനോയിൽ അറൈലമിഡേസ് ആക്ടിവിറ്റി ആണ് നോക്കുന്നത്. അതായത് ഓർഗാനിസത്തിന് ഈ എൻസൈം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L-pyrrolidinoyl beta-naphthalamide എന്ന് പറഞ്ഞ സബ്സ്ട്രേറ്റ് ആയിരിക്കും. ആ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ സബ്സ്ട്രേറ്റ് കണ്ടെയ്നിങ് മീഡിയയിൽ നമ്മുടെ ബാക്ടീരിയ ഈ ഒരു എൻസൈം ഉള്ള ബാക്ടീരിയ ഗ്രോ ചെയ്യലാണെങ്കിൽ ഈ L-pyrrolidinoyl beta-naphthalamideനെ ഈ പൈറോലിഡിനോയിൽ അറൈലമിഡേസ് എന്ന് പറഞ്ഞ എൻസൈം സക്രേറ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് എന്തിന്റെ പ്രൊഡക്ഷൻ നടക്കും, ബീറ്റ നാഫ്തലമീന്റെ പ്രൊഡക്ഷൻ നടക്കും. ഓക്കെ, ദെൻ ഈ ബീറ്റ നാഫ്തലമീനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ NN ഡൈമീഥൈൽ അമിനോ സിനമാൽഡിഹൈഡ് എന്ന് പറഞ്ഞ റിയാജന്റ് ആഡ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഒരു വിത്തിൻ 1 to 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും, ഒരു ബ്രൈറ്റ് റെഡ് കളേർഡ് പ്രിസിപ്പിറ്റേഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ യൂസസ് ഓഫ് PYR ടെസ്റ്റ്. ഇതിന് മെയിൻ ആയിട്ട് 3 യൂസസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ പ്രിസംപ്റ്റീവ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കി, ദാറ്റ് ഈസ് സ്ട്രെപ് പയോജീൻസ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ റാപ്പിഡ് ഡിഫറൻസിയേഷൻ ഓഫ് എൻട്രോകോക്കെ ഫ്രം അതർ ഗ്രൂപ്പ് ഡി ബീറ്റ ഹ്യൂമലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ, ദാറ്റ് ഈസ് എൻട്രോകോക്കെ എന്തായിരിക്കും, ഇത് PYR ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡിഫറൻഷിയേറ്റ് സം സ്റ്റഫൈലോകോക്കെ, ദാറ്റ് ഈസ് മെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസ് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് സ്റ്റഫൈലോകോക്കെ ഈ PYR ടെസ്റ്റ് പോസിറ്റീവ് തരുന്നതിനാണ്. സ്റ്റാഫ് ഹ്യൂമലൈറ്റിക്കസ് ഒക്കെ എന്തായിരിക്കും, PYR ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതേസമയത്ത് സ്റ്റാഫ് ഓറിക്കുലാരിസ് ഒക്കെ എന്തായിരിക്കും, PYR ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നമുക്കിതിന്റെ പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ബ്രോത്ത് മെത്തേഡ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ PYR ബ്രോത്തിന്റെ അകത്തോട്ട് നമ്മൾ എന്തെടുക്കുക, 3 to 5 കോളനീസിന് നമ്മൾ 18 to 24 അവേഴ്സിന്റെ ഗ്രോത്ത് ഉള്ള പ്യൂർ കൾച്ചറിനുള്ള കോളനീനെ എടുത്തിട്ട് നമ്മൾ PYR ബ്രോത്തിന്റെ അകത്തോട്ട് ഇനോക്കുലേഷൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ എയറോബിക്കലി ഇൻക്യുബേഷൻ ചെയ്യുക ഫോർ 4 hours. ആഫ്റ്റർ 4 hours നമ്മൾ എന്ത് ആഡ് ചെയ്യാം, ഈ 1 to 3 drops ഓഫ് PYR റിയേജന്റ് ആഡ് ചെയ്യാം. ദെൻ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് നോക്കാം, കളർ ചേഞ്ച് നോക്കാം. ഓക്കെ, വിത്തിൻ 1 to 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു റെഡ് കളേർഡ് പ്രിസിപ്പിറ്റേഷൻ ഫോർമേഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് PYR ടെസ്റ്റിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോത്ത് മെത്തേഡിന്റെ പ്രൊസീജിയർ. ഓക്കെ,
The next one is the disk method ആണ്. It is the rapid method ആണ്. മറ്റേത് എന്തായിരുന്നു, നമ്മൾ 4 hours നമ്മളതിനെ ഇൻക്യുബേഷൻ വെക്കുന്നുണ്ട്. ഇവിടെ റാപ്പിഡ് മെത്തേഡ് ആണ്. നമ്മൾ വിത്തിൻ 1 to 2 മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 4 or 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ക് ആയിരിക്കും. PYR ടെസ്റ്റ് ഡിസ്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ആ സ്ട്രിപ്സിന്റെ മുകളിലോട്ട് നമ്മൾ 10 micro liter സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡീഅയണൈസ്ഡ് വാട്ടറും ആഡ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഡിസ്ക് ഫോൾഡ് ചെയ്യാൻ പാടില്ല, അതായത് ഡിസ്ക് ഫുള്ള് നിറഞ്ഞ് തുളുമ്പാൻ പാടില്ല. ജസ്റ്റ് ചെറിയൊരു വെറ്റിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് എടുത്താൽ മതി, 10 micro liter സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മുടെ അടുത്തുള്ള ഒരു 18 to 24 hours ഗ്രോത്ത് ഒരു പ്യൂർ കൾച്ചർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് 5 to 10 കോളനീസിനെ നമ്മൾ വയർ ലൂപ്പ് കൊണ്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നമ്മുടെ ഈ PYR ഡിസ്കിന്റെ മുകളിൽ നമ്മൾ പതുക്കനെ റബ്ബ് ചെയ്യാം. ഒരു സ്മിയർ വരയ്ക്കുന്ന പോലെ പതുക്കനെ സ്മിയർ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 1 to 2 മിനിറ്റ്സിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇൻക്യുബേഷൻ ചെയ്യാം. ആഫ്റ്റർ 2 മിനിറ്റ്സ് നമ്മൾ എന്ത് ആഡ് ചെയ്യാം, നമ്മുടെ റിയേജന്റ് ആയിട്ടുള്ള 1 drop ഓഫ് N-dimethyl aminocinnamaldehyde ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ റിയേജന്റ് ആഡ് ചെയ്ത സമയത്ത് ഒരു വിത്തിൻ 1 to 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു റെഡ് കളറിന്റെ അപ്പിയറൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് പോസിറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് PYR ടെസ്റ്റിന്റെ, ഇതാണ് എന്ത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ക് എന്ന് പറഞ്ഞു. ആ ഡിസ്കിന്റെ അകത്ത് നമുക്ക് നമ്മുടെ കോളീനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ N-dimethyl cinnamaldehyde കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെഡ് കളർ കിട്ടും. കണ്ടില്ലേ, ഇതാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്യൂബ് മെത്തേഡ് ആണ്. നെഗറ്റീവ് റിസൾട്ട് എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ കണ്ടില്ലേ ഒരു റെഡ് കളേർഡ് പ്രിസിപ്പിറ്റേഷൻ ഫോർമേഷൻ നടക്കുന്നതായിരിക്കും. പോസിറ്റീവ് കളർ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് പിങ്ക് ഓർ ചെറി റെഡ് കളർ ആയിരിക്കും വിത്തിൻ 1 to 2 മിനിറ്റ്സിന്റെ കേസിൽ. ഇത് വിത്തിൻ 1 to 2 മിനിറ്റ്സ് പറഞ്ഞത് നമ്മൾ റാപ്പിഡ് ടെസ്റ്റിന്റെ കേസിലാണ് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് മറ്റേ ബ്രോത്തിന്റെ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 to 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു റെഡ് കളേർഡ് പ്രിസിപ്പിറ്റേഷൻ ഫോർമേഷൻ കാണാൻ പറ്റും. ഇനി ഇതിന്റെ പോസിറ്റീവ് എങ്ങനെയാണ് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രൈറ്റ് പിങ്ക് ഓർ ചെറി റെഡ് കളർ വിത്തിൻ 1 to 2 മിനിറ്റ്സ് ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ ആയിട്ട് തരുന്ന ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കാണിക്കുന്ന ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ, ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്. ദെൻ ഗ്രൂപ്പ് ഡി എൻഡ്രോകോക്കെ, ദാറ്റ് ഈസ് മെയിൻ ആയിട്ട് വരുന്നത് എൻഡ്രോകോക്കസ് ഫീക്കാലിസും എൻഡ്രോകോക്കസ് ഫേസിയോ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ കോൺസ് കോയാഗ്ലസ് നൈറ്റിസ് സ്റ്റാഫ് ഓറിയസിൽ വരുന്ന സ്റ്റാഫ് ഹ്യൂമലൈറ്റിക്കസ് പോസിറ്റീവ് റിയാക്ഷൻ തരുന്നുണ്ട്. പിന്നെ എൻഡ്രോബാക്ടർ തരും, സിട്രോബാക്ടർ തരും, ക്ലബ്സിയല്ല, എർസീനിയ, സെറേഷ്യ ഒക്കെ ഈ PYR ടെസ്റ്റ് പോസിറ്റീവ് തരുന്നുണ്ട്. പിന്നെ നമ്മൾ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് അധികം ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യാത്ത എറോകോക്കസും ലാക്ടോകോക്കസും PYR ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇതിന് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ കളർ ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ബ്ലൂ കളർ ആയിരിക്കും. അതായത് ചില ഓർഗാനിസംസ് എന്തുണ്ടായി, നമ്മുടെ ഇൻഡോൾ പ്രൊഡക്ഷൻ തരുന്ന ഇൻഡോൾ പോസിറ്റിവിറ്റി കാണിക്കുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റിന്റെ അകത്ത് ബ്ലൂ കളറിലായിരിക്കും കാണപ്പെടുന്നത്. ആ ബ്ലൂ കളറിൽ അല്ലെങ്കിൽ നോ കളർ ചേഞ്ച് ആണെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് റിസൾട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കെ, ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോകോക്കസ് അഗാലേഷ്യ, സ്ട്രെപ്റ്റോകോക്കസ് മൈറ്റിസ്, സ്ട്രെപ്റ്റോകോക്കസ് ബോവിസ്, സ്ട്രെപ്റ്റോകോക്കസ് ഇക്വിനസ്, സ്ട്രെപ്റ്റോകോക്കസ് മിലേറി, ഇതൊക്കെ ആയിരിക്കാം ഒരു നെഗറ്റീവ് റിസൾട്ട് തരുന്ന ഓർഗാനിസംസ്. പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് വീക്ക് പോസിറ്റിവിറ്റി റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതിനെ കൺസിഡർ ആസ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻഡ്രോകോക്കസ് ഫീക്കാലിസ് ATCC സ്ട്രെയിൻസ് 29212 ആണ്. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസിന്റെ ATCC സ്ട്രെയിൻ ആണെങ്കിൽ 19615 ആയിരിക്കും. ദെൻ നെഗറ്റീവ് കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് അഗാലേഷ്യ തന്നെയാണ്. ഇതിന്റെ കൺട്രോൾ ATCC സ്ട്രെയിൻ ആണെങ്കിൽ നമ്മൾ 10386 ആയിരിക്കും ഇതിന്റെ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവാം. The next one is the limitations of PYR test. ഓക്കെ, നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഈ PYR ടെസ്റ്റ് മെയിനായിട്ട് എൻഡ്രോകോക്കേനെയും പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെയാണ് പോസിറ്റീവ് തരുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻസും. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രിസംപ്റ്റീവ് സെപ്പറേഷൻ ഓഫ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ ആൻഡ് ഗ്രൂപ്പ് ഡി എൻഡ്രോകോക്കെ ഫ്രം അതർ സ്ട്രെപ്റ്റോകോക്കെ. അതായത് നമുക്ക് എന്താണ് ഇത് ഒരു സ്ട്രെപ്റ്റോകോക്കസിന്റെ ഗ്രൂപ്പിന്റെ അകത്ത് നമുക്ക് ഗ്രൂപ്പ് എ ആണോ ഡി ആണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് എ ആയിരിക്കാം അല്ലെങ്കിൽ ഡി ആയിരിക്കാം, മീൻസ് ദാറ്റ് ഈസ് സ്ട്രെപ് പയോജീൻസ് ആയിരിക്കാം അല്ലെങ്കിൽ എൻഡ്രോകോക്കെ ആയിരിക്കാം എന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ള ഫർദർ ടെസ്റ്റ് നമുക്ക് കൺഫർമേഷൻ ചെയ്യുന്നത് നമ്മൾ എന്ത് വേണം, പ്യൂർ കൾച്ചറിനകത്ത് നിന്ന് നമ്മൾ അഡീഷണൽ ടെസ്റ്റുകൾ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറെ ഫാൾസ് നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ട് വരുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 micro liter ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെറ്റ് കണ്ടീഷൻ കൊടുക്കണമെന്നില്ല. ഇനി അതേ സമയത്ത് ഈ ഫിൽറ്റർ പേപ്പർ അല്ലെങ്കിൽ ഡിസ്ക് കുറെ മോയിസ്റ്റ് ആയിട്ടുണ്ടെന്ന് സംഭവിക്കും, ഒരു ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫാൾസ് നെഗറ്റീവ് കിട്ടുന്ന വേറെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനോക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ്
നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ സെലക്റ്റീവ് മീഡിയ അല്ലെങ്കിൽ ബയോകെമിക്കൽ ട്യൂബ്സ് മീഡിയ എന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ചില മീഡിയത്തിൻ്റെ അകത്ത് ഹൈ എമൗണ്ട് ഓഫ് ട്രിപ്റ്റോഫാൻ എമൗണ്ട് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് മെയിനായിട്ട് ഇപ്പം ഇൻഡോളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ ട്രിപ്റ്റോഫാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എന്ത് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്, ഒരു നെഗറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ലെസ് പാത്തോജൻ ആയിട്ട് വരുന്ന ലാക്ടോകോക്കയിലും പിന്നെ അതുപോലെ തന്നെ എയറോകോക്കയിലും PYR ടെസ്റ്റ് പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്തിൻ 1 to 2 മിനിറ്റ്സിനുള്ളിലാണ് നോക്കേണ്ടത് എന്നുള്ളത്. അതിന് മുമ്പേ നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 20 സെക്കൻഡ്സിനുള്ളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കളർ റിയാക്ഷൻ കാണിക്കും. അതും എന്ത് ചെയ്യുക, നമ്മുടെ റിസൾട്ടിനെ പെട്ടെന്ന് നമ്മൾ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോൺ സ്പെസിഫിക് കളർ റിയാക്ഷൻസ് കിട്ടും. അത് നമ്മുടെ ഡയഗ്നോസിസിനെ എന്ത് ചെയ്യാൻ പറ്റും, മിസ് ഡയഗ്നോസിസ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വിത്തിൻ 1 to 2 മിനിറ്റ്സിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന്റെ റിസൾട്ട് നോക്കാവൂ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്.